ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ആത്മീയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ബാംഗ്ലൂർ പോകുന്ന റൂട്ടാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ചെറിയ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നമ്മൾ ആ ടണലിൻ്റെ അവിടെ നിർത്തി കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. ഒത്തിരി ആൾക്കാർ ആ സമയത്ത് നമ്മുടെ കൂടെ ഒന്ന് സൈഡിലൊക്കെ നിന്നായിട്ട് ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ബാക്ക്ഗ്രൗണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോൾ പിന്നെ ഞങ്ങൾ വണ്ടിയിലോട്ട് കയറി, കാരണം നല്ല തിരക്കായി തുടങ്ങിയായിരുന്നു. മിക്കവരും ബാക്കിലൊക്കെ നിർത്തി ഭയങ്കരമായിട്ട് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വണ്ടിയിലേക്ക് കയറി. യാത്ര എങ്ങോട്ടാന്ന് ചോദിച്ചാൽ നമ്മൾ ബാംഗ്ലൂർക്ക് പോവാണ്. നമുക്ക് ബാംഗ്ലൂരിൽ ഒരു ട്രിപ്പുണ്ട്. നമ്മുടെ വണ്ടിക്കൊരു ട്രിപ്പ് ബാംഗ്ലൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 16-17 ദിവസത്തോളം ആ ട്രിപ്പുണ്ട് നമുക്ക്. കുറച്ച് ദിവസം ബാംഗ്ലൂരും പിന്നീട് നമ്മുടെ തേക്കടി ആ ഭാഗത്തോട്ടുമൊക്കെയാണ് നമുക്കുള്ളത്. അപ്പം ആദ്യം ബാംഗ്ലൂർ ട്രിപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ തേക്കടി ഭാഗത്തോട്ട് നമ്മൾ വരുന്നത്. അപ്പം ഞങ്ങൾ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനിയച്ചാർ അങ്ങനെ ബാംഗ്ലൂർക്ക് തന്നെ വന്നിട്ടില്ല. അപ്പോൾ അവന് ഒരു കൂട്ടായിട്ട് വിടാണ് ഞങ്ങൾ പോകുന്നത്. തനിച്ച് വിടാൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ അവൻ്റെ കൂടെ ഞങ്ങൾ പോകുന്നു. അങ്ങനെ അന്ന് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു. അപ്പം ടണലിൽ കൂടെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇവരൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ പോയിട്ടൊന്നുമില്ല. അപ്പം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ. ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു ശരിക്കും ആ ടണലിൽ കൂടെ പോകുന്നത്. സിനിമയിലൊക്കെ മാത്രമല്ല നമ്മളിതൊക്കെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കാണുന്നതും ആസ്വദിക്കുന്നതൊക്കെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അടിച്ച് പൊളിച്ച് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്നത് അനിയനാണ്, പുള്ളിക്കാരൻ്റെ അനിയനാണ്. പുള്ളിക്കാരനാണ് അവിടെ നിന്ന് വീഡിയോ പിടിക്കുന്നത്, ഞാനും വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നല്ല എൻജോയ് ചെയ്താണ് പോകുന്നത്. ബാംഗ്ലൂർ നമ്മൾ എത്തിയപ്പോൾ രാത്രി ആയതുകൊണ്ട് എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനൊന്നും നമുക്ക് പറ്റിയിരുന്നില്ല. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പിന് അവനെ കൊണ്ടുവിടാൻ പോയതാണ്. നമ്മൾ വേറെ പരിപാടിക്കൊന്നും അവിടെ നിന്നില്ല. ജസ്റ്റ് അവനെ കൊണ്ടാക്കി പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് നമുക്ക് അവിടുന്ന് ട്രെയിനായിരുന്നു. അതുകൊണ്ട് വേറെ പരിപാടിയൊന്നും നടന്നില്ല. ഞങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് ചെന്നോ നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ കിടന്ന് പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് തൊട്ടടുത്ത് പോയി ഫുഡ് കഴിക്കണം നമ്മളുണ്ടായത്. അങ്ങനെ ടണൽ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പയ്യെ പോന്നു. ആ ടൂറിസ്റ്റ് ബസ്സിലുള്ളവർ ഭയങ്കര സൗണ്ടിൽ ഭയങ്കര ഉച്ചത്തിലൊക്കെയാണ് കേട്ടോ. അവന്മാർ ഭയങ്കര സന്തോഷമായിരുന്നു. ആ ടണലിൽ കൂടെ പോയപ്പോൾ കൂവലും ബഹളം ഒക്കെ ആയിരുന്നു. അങ്ങനെ പയ്യെ ഞങ്ങൾ വണ്ടിയിൽ യാത്രയായി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രാത്രി ഒരു 10:30 ആയി ബാംഗ്ലൂർ ചെന്നപ്പം. പോകുന്ന വഴി എല്ലാ വീഡിയോസൊക്കെ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഓരോന്നായി ഓരോ വിശേഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയിരുന്നില്ല. അന്നത്തെ ദിവസം നല്ല ടയേർഡായിരുന്നു. പിന്നെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഇത്രയും ദൂരം അവനെ വിടുന്നതിൻ്റേതായ ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടായിരുന്ന ആൾ അത്ര ലോങ് പോയപ്പോൾ ഒരു ടെൻഷൻ. അപ്പം അങ്ങനെ ഒരു ഇതിലായിരുന്നു. എന്തായാലും ബാംഗ്ലൂരിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഞാൻ പയ്യെ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.